ഹായ് ഓൾ, അഹദ് ഹിയർ. നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ പഠിപ്പിക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ അൺറിയൽ എഞ്ചിനിൽ ഇമോട്ട് പ്ലേ ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ പബ്ജിയോ അങ്ങനത്തെ ഗെയിംസോ കളിച്ചിട്ടുള്ളോ ഫ്രീ ഫയറോ കളിച്ചിട്ടുള്ളവർക്ക് അറിയാം, നമ്മളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഇമോട്ട് പ്ലേ ആവും. അല്ലെങ്കിൽ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സെറ്റ് ഓഫ് ഇമോട്ട്സ് നമുക്ക് കാണിക്കും. അതിലേതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പ്ലേ ആവും. ഇപ്പം പി സി ഗെയിംസ് കളിച്ചിട്ടുള്ളവർക്കറിയാം, ചിലപ്പോൾ ഷോർട്ട് കട്ടായിരിക്കും, ചിലപ്പോൾ നമ്പാഡ് 8 കീ ആയിരിക്കും, അല്ലെങ്കിൽ 9 ആയിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കീസൊക്കെ ആയിരിക്കും ഇമോട്ടിന് നോർമലി നമ്മളുടെ ഡെസ്ക്ടോപ്പ് ഗെയിംസൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കീസൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെ ആ ഒരു ഇമോട്ട് പ്ലേ ചെയ്യുന്നതെന്ന് അൺറിയൽ എഞ്ചിനിൽ നമുക്ക് എങ്ങനെ ഈ ഒരു ഇമോട്ട് പ്ലേ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു തേർഡ് പേഴ്സൺ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഒരു ഡീഫോൾട്ട് തേർഡ് പേഴ്സൺ ടെംപ്ലേറ്റ്, ഇതിനകത്ത് ഇപ്പോൾ ഇമോട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഇതിൽ ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു ഇമോട്ട് ഡാൻസ് പ്ലേ ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് മിക്സാമോ എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ആ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ആദ്യം ഈ ഒരു ഇമോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ മിക്സാമോ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഈ ഒരു ക്യാരക്ടറിനെ സെലക്ട് ചെയ്ത് അതിനുശേഷം ഈ ആനിമേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാനിവിടെ ജസ്റ്റ് ഡാൻസ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് പല ടൈപ്പ് ഓഫ് ഡാൻസ് ഇവിടെ കിട്ടും. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡാൻസ് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ ഡാൻസിൻ്റെ ഒരു ഇമോട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ വിത്ത് സ്കിൻ എന്നുള്ളത് മാറ്റിയിട്ട് വിത്തൗട്ട് സ്കിൻ എന്നാക്കുക. അതുപോലെ കീ ഫ്രെയിം റിഡക്ഷനും നണ്ണും കൊടുക്കുക. അതിനുശേഷം ഫ്രെയിം പെർ സെക്കൻഡ് 30 ആക്കുക. അതുപോലെ തന്നെ നമ്മളുടെ FBX ബൈനറി എന്നുള്ള ഒരു ഫയൽ ഫോർമാറ്റിലേക്ക് ആക്കുക. അതിനുശേഷം ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് ഈ ഒരു ഇമോട്ടിനെയാണ്. ഇതിന് ശേഷം നമുക്ക് ഈ ഒരു ക്യാരക്ടറിൻ്റെ FBX ഫയൽ ഡൗൺലോഡ് ചെയ്യണം. അതിനായിട്ട് ഈ ഒരു സ്നേക്ക് ഹിപ്പ് ഹോപ്പ് ഡാൻസ് എന്നുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്കൊരു എക്സ് ഐക്കൺ കാണും ഈ ഒരു ഇമോട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇമോട്ട് ക്ലോസ് ആയിട്ട് ക്യാരക്ടറിൻ്റെ ഒരു T പോസിലുള്ള മോഡൽ കിട്ടും. അപ്പോൾ ഇതിനെ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. T പോസ് അതുപോലെ FBX ബൈനറി ഇതിനൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, ഇത് രണ്ടും ഡൗൺലോഡ് ആയതിനു ശേഷം നമ്മൾ അൺറിയൽ എഞ്ചിനിലേക്ക് തിരിച്ചു പോവുക. അൺറിയൽ എഞ്ചിനിൽ പോയിട്ട് കണ്ടൻറ് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇമോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് നമ്മളുടെ ഒരു ആനിമേഷനും അതുപോലെ തന്നെ ആ ഒരു ക്യാരക്ടറിനെയും ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഒരു ക്യാരക്ടറിനെയും അതുപോലെ തന്നെ ആ ഒരു ആനിമേഷനും ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ ഒരു പ്ലെയറിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഓപ്പൺ ചെയ്യുക. ഈ കണ്ടൻറ്റ് പോയതിന് ശേഷം തേർഡ് പേഴ്സൺ എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിൽ ബ്ലൂ പ്രിൻറ്റ്സ് ഉണ്ടാവും. ബ്ലൂ പ്രിൻറ്റ്സ് ഓപ്പൺ ചെയ്യുക. അത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും BP തേർഡ് പേഴ്സൺ ക്യാരക്ടർ എന്ന് പറയുന്നൊരു ബ്ലൂ പ്രിൻ്റ് ക്ലാസ്. അപ്പോൾ നമ്മളതൊന്ന് ഓപ്പൺ ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓപ്പൺ ആയിട്ട് വരും. ഒരു ഫ്രീ സ്പോട്ട് കണ്ടുപിടിച്ചതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കീബോർഡ് എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ കീ എടുത്തിട്ടുണ്ട്. കീ എടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ പ്രസ്ഡ് എന്നുള്ളതിൽ നിന്ന് ഡ്രാഗ് ചെയ്തിട്ട് പ്ലേ മോണ്ടേജ് എന്ന് സെർച്ച് ചെയ്യുക. പ്ലേ മോണ്ടേജ് എന്ന് പറയുന്ന നോഡ്. അതിനുശേഷം ഇതിൽ നമ്മൾ തിരിച്ച് കണ്ടൻറ് ബ്രൗസറിൽ പോയതിനു ശേഷം നമ്മളുടെ ഇമോട്ട്സിൽ പോയിട്ട് നമ്മൾ ആ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ആനിമേഷൻ ഉണ്ടല്ലോ, ആ ഒരു ആനിമേഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം റീടാർഗറ്റ് ആനിമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏത് ക്യാരക്ടറായിട്ടാണ് ഇതിനെ റീടാർഗറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. അവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടടുത്ത് ക്യൂവിനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ക്യൂവിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ എക്സ്പോർട്ട് റീടാർഗറ്റ് ആനിമേഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇമോട്ടിലേക്ക് തന്നെ അതിനെ എക്സ്പോർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മളുടെ ഒരു ക്യൂനെന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിലേക്ക് നമ്മളുടെ ഒരു ഇമോട്ടിനെ റീടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ആനിമേഷനെ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മളുടെ ബ്ലൂ പ്രിൻ്റ് പോയതിന് ശേഷം ഇവിടെ ഈ ഒരു മോണ്ടേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ ആ ഒരു ആനിമേഷനെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് മോണ്ടേജ് എന്നുണ്ട്, ക്രിയേറ്റ് ആനിമോണ്ടേജ്. ഓക്കെ, അപ്പോൾ ആ ക്രിയേറ്റ് ആനിമോണ്ടേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു ആനിമേഷൻ സീക്വൻസ് മോണ്ടേജ് ആവും. അതിനുശേഷം ആ ഒരു മോണ്ടേജിനെ ഡ്രാഗ് ചെയ്തിട്ട് നമ്മളുടെ ഈ ഒരു പ്ലേ മോണ്ടേജ് എന്നുള്ള ഒരു നോഡിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഒരു ക്യാരക്ടറിൻ്റെ മെഷും കൂടെ ഡ്രാഗ് ചെയ്ത് ഈ ഒരു ഇവൻറ്റ് ഗ്രാഫിലേക്ക് ഇട്ടതിന് ശേഷം അതിന് ഈ ഒരു ടാർഗറ്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. അതായത് ഇൻ സ്കെൽറ്റൽ മെഷ് കമ്പോണൻ്റ് എന്നുള്ളതിലേക്ക് നമ്മളുടെ ഒരു ക്യാരക്ടറിൻ്റെ മെഷിനെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒന്ന് കമ്പൈൽ ചെയ്തിട്ട് നമുക്കൊന്ന് സേവ് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ക്യാരക്ടറിൻ്റെ ഇമോട്ട് പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ നമ്മളുടെ ക്യാരക്ടറിനെ ഒരു ഇമോട്ട് സെറ്റ് ചെയ്യുന്നത്.
സോ നിങ്ങൾ പബ്ജിയെ കളിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാം, പബ്ജിയിലൊക്കെ ഒത്തിരി ഇമോട്ട്സ് ഉണ്ട്. അതൊരു UI ഓപ്പൺ ആയി വന്നിട്ട് ആ UI നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. മൊബൈൽ പബ്ജി ആകുമ്പോൾ നമ്മൾ PC-യിലാണെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ട് കീ കൊടുത്തേക്കുന്ന ആ ഒരു കീസ് വെച്ചിട്ടും ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ മൗസിനെ ഡ്രാഗ് ചെയ്യുമ്പോൾ വരുന്ന പോലെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനിയും കുറേ ട്യൂട്ടോറിയൽസ് ഇടും. സോ അപ്പോൾ അതിൽ ഇനി വരുന്ന ട്യൂട്ടോറിയൽസിലൊക്കെ നമ്മൾ ഈ ഒരു UI വെച്ചിട്ട് എങ്ങനെ ഇമോട്ട് പ്ലേ ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.